നമസ്കാരം, ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 5/8/2025 സമയം 9:04 ചൊവ്വാഴ്ച പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതോടൊപ്പം അപ്ഡേറ്റഡ് വ്യൂ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് 2 സൈഡാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ന് മുട്ടാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം ഏത് ഭാഗത്തേക്ക് മുട്ടും എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ കൺഫ്യൂഷൻ ഉള്ളത്. ഏകദേശമൊക്കെ ന്യൂട്രൽ ഓപ്പൺ തന്നെയാണ്. അപ്പോൾ ഒരു ഭാഗം ഈ ഒരു 24,875 എന്നുള്ള കൺസോൾട്ടേഷൻ സോണാണ് എൻ്റെ അപ്പർ സൈഡിലേക്കുള്ള പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 24,640 എന്നുള്ള ഈ ഒരു വൈറ്റ് ഡോട്ട് അങ്ങോട്ടാണ് എൻ്റെ ഡൗൺ പ്രയോറിറ്റി. അതിൽ ഇന്നും എന്നും കൺസോൾട്ടേഷൻ ആണോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. കാരണം ഈ 2 ലെവലിലേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് എത്തണം. അത് ഇന്നെത്തുമോ നാളെ എത്തുമോ വ്യാഴാഴ്ച എക്സ്പയറി ഡേയിൽ എത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. ഇത് രണ്ടും തുല്യ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതിൽ ആദ്യം എങ്ങോട്ട് എത്തും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു ഡൗട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ 24,810 24,740 ആ ഒരു ലെവലിൽ കുറച്ചും കൂടെ മുകളിലിടാം. ഇതിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ മാർക്കറ്റ് അഗെയിൻ കൺസോൾട്ടേഷൻ ആയിരിക്കാനാണ് ചാൻസ്. നിലവിൽ വന്നിരിക്കുന്ന ക്ലോസ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 24,765 ആദ്യമേ ഡൗൺ ആവുമോ, അതിനുശേഷം കൺസോൾട്ടേഷന് ശേഷമാണോ ബ്രേക്ക് ഔട്ട് എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചൊന്ന് കൈകാര്യം ചെയ്യണം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ വർക്കൗട്ടായി വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ആവറേജിങ് കൺസെപ്റ്റൊക്കെയാണ് ഞാൻ പൊതുവെ ഉദ്ദേശിക്കാറ്. അപ്പോൾ ഈ ഒരു ബോക്സിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 24,821 തൊട്ട് 24,872 വരെയുള്ള മൂവ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. ലോവിൽ 24,739 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ആദ്യം 24,715 ഇട്ടുള്ളൊരു മൂവ്. ഇന്നലെ ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ന്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. കാരണം ഏകദേശം ന്യൂട്രൽ ഓപ്പൺ തന്നെയാണ് മാർക്കറ്റ്. അപ്പോൾ ആദ്യത്തെ ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് ആദ്യത്തെ മൂവ്മെൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പിയിലേക്കുള്ള ഒരു മൂവ് ആദ്യം കിട്ടുമെന്നാണ് നോക്കുന്നത്. കാരണം 15 മിനിറ്റ്സ് RSI ഓൾറെഡി ഗ്രീനിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുക. അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ താഴത്തോട്ട് വരേണ്ടതാണ്. റീക്രോസ് ഓവറിൻ്റെ ഒരു മടക്കം വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഈ ഒരു സോണിന് പുറത്ത് വന്നാൽ മാത്രമാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. പ്രതീക്ഷിച്ച പോലെ -2 അപ്പോൾ അതുവരെ ചെറിയ പോയിന്റ് സ്കാൽപ്പ് ചെയ്തെടുക്കുക. മാക്സിമം ഇപ്പോൾ ഒരു 10-15 പോയിന്റിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കിട്ടിയാലും ഞാൻ മാക്സിമം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാനും ശ്രമിക്കുകയുള്ളൂ. ഇന്നത്തെ ദിവസം രാവിലെ ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ നടത്തിയതിന് ശേഷം
കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു 15 പോയിന്റ് മൂവ് ചെയ്യും, അത് ചെന്ന് ചിലപ്പോൾ ഒരു 5 പോയിന്റേ കിട്ടുള്ളൂ. അടുത്തത് ചിലപ്പോൾ ഒരു 20 പോയിന്റ് മൂവ് ചെയ്യും, അതിൽ നിന്നൊരു 10 പോയിന്റേ കിട്ടത്തുള്ളൂ. ഇതിന് പുറത്തേക്ക് നല്ല വോളിയത്തിൽ മൂവ് ചെയ്താൽ മാത്രമാണ് ഒരു ലോങ് ഹോൾഡിങ് സാധാരണ രീതിയിൽ 10 35 പോയിന്റ് 21 പോയിന്റ് ഒക്കെ റൈഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അല്ലാത്ത പക്ഷം ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് മാക്സിമം ഞാൻ ശ്രമിക്കുന്നത്. ഇനി പറഞ്ഞ പോലെ 7 പോയിന്റ് ഇന്നത്തെ ദിവസം വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബാക്കി പറഞ്ഞ പോലെ എത്ര ദിവസം ഉണ്ടാക്കിയതൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ കളയാനായിട്ട് ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് തന്നെ ധാരാളമാണ്. അങ്ങനെ വരണം എന്നല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രീ പ്ലാൻ തയ്യാറാക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്ലാൻ കൺസോൾട്ടേഷൻ, സ്കാൽപ്പിങ്, എവിടെ മൂവ് കിട്ടിയാലും കോസ്റ്റ് ടു കോസ്റ്റ് അല്ലെങ്കിൽ ടൈറ്റ് സ്റ്റോപ്പ് ലോസ്. ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഇന്ന് 80% ഞാൻ ട്രൈ ചെയ്യുന്നത്. ഈ റെക്ടാങ്കിൾ ബോക്സിന് പുറത്തേക്കുള്ള ഒരു മൂവൊക്കെ കിട്ടിയാൽ മാത്രമാണ് ഹൈ വോളിയത്തിൽ 60% ക്യാനിലൊക്കെ ഇതിന് മുകളിലൊക്കെ മൂവ് ചെയ്താൽ മാത്രമാണ് 60 to 80% മൂവ് ചെയ്താലാണ് ഈ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കും. 15 മിനിറ്റ്സിൻ്റെ RSI ഡൗണിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ബട്ട് 30 മിനിറ്റിലൊരു മടക്ക് വരുന്നതേ ഉള്ളൂ. ആ മടക്കൊക്കെ വന്ന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം. അതേപോലെ 1 അവറിലും RSI അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതൊക്കെ താഴത്തോട്ട് വന്നാലേ എല്ലാം കൂടെ ഡൗണിയിട്ട് വരത്തുള്ളൂ. അല്ലാത്ത പക്ഷം കൺസോൾട്ടേഷനുള്ള സൂചനയാണ് തുടക്കം കാണിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ്ങുകൾ. സ്ട്രൈക്കിലാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 24,600 CE, 24,900 PE ആണ്. അപ്പോൾ സിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തിരി ഡെപ്ത് ഇട്ട് തന്നെയാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. കാരണം കൺസോൾട്ടേഷനാണ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്തിരി ലെങ്ത്ത് കൂട്ടിയിട്ടാണ് എൻട്രി പ്രൈസ് തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് 204 മുകളിലൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 225 മുതൽ 238 വരെയാണ് എൻ്റെ ആദ്യത്തെ ടാർഗറ്റ്. 40 കാണിക്കുന്നുള്ളൂ, 2-3 പോയിന്റ് ബഫർ സോണാണ്. 240ൻ്റെ മുകളിൽ പോയാൽ പിന്നെ 269, 317 ഇതൊക്കെയാണ് എൻ്റെ സിയിലെ ടാർഗറ്റ് ലെവലുകൾ. നിലവിലത്തെ ഈ ഒരു 15 മിനിറ്റ്സിൻ്റെ പിയുടെ ക്യാൻഡിൽ വീക്കായത് കാരണമാണ് ഞാൻ ആദ്യത്തെ മൂവ്മെൻറ്റ് പിയിലേക്ക് വല്ലതും സ്കാൽപ്പ് ചെയ്ത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നത് 220 മുതൽ 230 അല്ലെങ്കിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ, അതായത് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ 228 ഭാഗത്തേക്ക് 20 മുതൽ 28 വരെ കുറച്ച് ലോട്ട് കൂട്ടി ട്രൈ ചെയ്യും. ബട്ട് അത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 10 ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഞാനത് എക്സിറ്റും ചെയ്യും, ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. പിന്നെ 230ൻ്റെ മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ SMA മുകളിലുണ്ട് 245, 49 ലെവല്, പിന്നെ എല്ലാം ബഫർ സോണാണ് 2-3 പോയിൻ്റൊക്കെ. പിന്നെ 265, 280, 308, 352, 375. അതിൽ ഈ RSI ക്രോസ് ചെയ്ത് ഗ്രീനിലേക്കും കൂടെ കയറണം. അതുവരെയും സ്കാൽപ്പിങ്ങിന് മാത്രം സ്കോപ്പുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ദിവസമാണിന്ന്. ഇതിപ്പോൾ നോർമല് 220 തൊട്ട് 230 വരെയൊക്കെ ഒരു 10 പോയിന്റ് സ്കാൽപ്പ് ചെയ്യാൻ നോക്കും. പിന്നെ അതിന് മുകളിലോട്ട് വോളിയം കയറിക്കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റിന് പൊക്കത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ട്രെയിൽ ചെയ്ത് ഹോൾഡ് ചെയ്ത് ഇപ്പം ഇപ്പുറത്ത് പറഞ്ഞ പോലെ, അതായത് 225 മുതൽ 240 വരെ പറഞ്ഞ പോലെ അതേ സ്പേസേ 250 തൊട്ട് 265 വരെ ഉള്ളൂ. ശരിക്കും അതാണ് ഒരു സേഫ് ആയിട്ടുള്ള ഇന്നത്തെ സ്റ്റാർട്ടിങ് സോണ് തന്നെ. 224 മുകളിൽ സി വന്നം, അല്ലെങ്കിൽ 250 മുകളിലോട്ട് 265 PE, അതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ്. പിന്നെ നിലവിലത്തെ ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് അവിടെ ഒരു റിവേഴ്സൽ സ്കാൽപ്പിംഗ് ന്യൂട്രൽ ഓപ്പൺ ആയതുകൊണ്ട് നോക്കുന്നു മാത്രമേ ഉള്ളൂ. എനിവേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. പോകാം വീഡിയോയിലേക്ക്. 6/8/2025 ബുധനാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ് ഇന്ന് നടന്നത്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നേരെ ആ വീഡിയോ പോയി കാണാനായിട്ട് ശ്രമിക്കുക. വളരെ കൃത്യമായിട്ട് ഈ അനലൈസ് എങ്ങനെയാണ്, ഇതിൻ്റെ പ്ലാൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ലൈവ് വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഏകദേശം പ്രതീക്ഷിച്ച പോലെ തന്നെ മാർക്കറ്റ് റെക്ടാങ്കിൾ ബോക്സിന് താഴത്തോട്ട് വന്നു. ആദ്യത്തെ സ്കാൽപ്പിംഗ് സോണ്, പിന്നെ 24,690. ഞാൻ പ്രതീക്ഷിച്ചത് 24,632 ആണ്.
ഈ ഒരു കൺസോൾട്ടേഷനിലോ ഏതെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ 24,632 ഓൾമോസ്റ്റ് പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ക്രോസ് ഓവർ ഓൾമോസ്റ്റ് ടാർഗറ്റൊക്കെ റീച്ച് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പോകാം ചൊവ്വാഴ്ചത്തെ വീഡിയോയിലേക്ക്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്യാനും കൂടെ ശ്രമിക്കണം. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ലൈവ് മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ള ലെവൽസുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ പ്രീ മാർക്കറ്റിൻ്റെ റെക്കോർഡഡ് വീഡിയോ എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സമയക്കുറവുണ്ട്. അത് ആ ഒരു വ്യൂ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഒരു പ്രൈവറ്റ് ചാനലിലാണ്, അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എനിവേ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് 24,715 പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഡബ്ല്യു പാറ്റേൺ ആണോ എന്നൊക്കെ എന്തായാലും കൃത്യമായിട്ട് നാളെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണ രീതിയിലുള്ള റെക്ടാങ്കിൾ ബോക്സിനെ അപേക്ഷിച്ച് ഇന്ന് ചെറിയൊരു വ്യത്യാസം വരുത്താനായിട്ട് ശ്രമിക്കാം. അങ്ങനെയും പഠിക്കണമല്ലോ. ഓക്കെ, 24,737 മുകളിലോട്ട് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ 24,737 മുകളിലോട്ട് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയ 24,768 ആയിരിക്കും. അതിന് മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയ 24,800 ആയിരിക്കും. നിലവിൽ മാർക്കറ്റ് 24,730. ഇപ്പം ചെറിയ കൺസോൾട്ടേഷനൊക്കെ ആണെങ്കിൽ 15 മിനിറ്റ്സിൻ്റെ ചെറിയ മൂവ്മെൻറ്റ്, അത്ര ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് വലിയ കാര്യമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 24,730 മേളിൽ ഒരു 60% എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിൽ ബ്രേക്ക് ഔട്ട് ഉണ്ട്. പലരും ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജീസ് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്നോട് ഞാൻ ചിലപ്പോൾ ചില ആളുകൾ എന്നോട് വിളിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ചില ആളുകൾ, വളരെ കുറച്ച് ആളുകൾ, ഈ 24,737 ആനുപാതികമായിട്ടൊരു സ്ട്രൈക്കിൻ്റെ ലെവലും ഞാൻ പ്രീ മാർക്കറ്റ് പറയാറുണ്ട്. അപ്പോൾ ചിലർ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും, ഇപ്പോൾ 247 37 അങ്ങ് മാറ്റി 247 എബോവ് മാർക്കറ്റിൻ്റെ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 247 അത് ഒരു 10-20 പോയിന്റ് മുകളിലോട്ട് പോകുമ്പോൾ 247 എന്നുള്ളത് കൃത്യമായിട്ടൊരു ട്രിഗർ പ്രൈസ് അടിച്ചിട്ടാൽ പോരെ? അത് നേരെ ട്രിഗർ പ്രൈസ് ആക്ടിവേറ്റ് ആയിട്ട് നേരെ ടാർഗറ്റിലേക്ക് പോകുമല്ലോ. ഈ ലൈൻസും ലെവൽസും എന്നൊക്കെ പറയുന്നത് ഏകദേശം നമുക്ക് അലർട്ട് ആവാനായിട്ടുള്ളൊരു ഏരിയാസ് മാത്രമാണ്. അതായത് അവിടം വരെയൊക്കെ ഏകദേശം മാർക്കറ്റ് പോകാം, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ട്രിഗർ, അതായത് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് ആ ലൈനിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നമ്മളൊന്ന് അലർട്ടാവണം. അതായത് ഇപ്പോൾ ഈ ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്തു, അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 24,800 ഭാഗത്തേക്കോ അല്ലെങ്കിൽ 24,765 ഭാഗത്തേക്കോ ആ ഒരു പ്രൈസ് എത്തുമ്പോഴാണ് നമ്മൾ അടുത്തത് അലർട്ടാവണേ. അവിടെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ മെജോറിറ്റി പോർഷൻ കൊടുക്കണം. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെയാണ് അവിടെ എടുക്കുന്നത്. ലൈൻസ് എപ്പോഴും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് മാത്രമാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് 247 ബ്രേക്ക് ചെയ്താൽ അവിടെ ലിമിറ്റ് ഓർഡറോ അങ്ങനെ ഇട്ടിട്ടൊന്നും ഒരിക്കലും ഒരു ട്രേഡർ ആവാനായിട്ടൊന്നും പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ പല കോളുകളും ഡിപ്പോളും കൊടുക്കുന്ന ആളുകളുണ്ട്. ബൈ അറ്റ് 247, സെൽ അറ്റ് 300, 275, 280 അങ്ങനെയൊക്കെ പറയുന്നത് അതൊന്നും വർക്കൗട്ട് ആവത്തില്ല. ചില സമയത്ത് ബ്രേക്ക് ഔട്ട് ആയാൽ അതിനേക്കാളും സ്പീഡിൽ താഴത്തോട്ട് വരും. ചില സമയത്ത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഹൈ വോളിയത്തിൽ അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകും. ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യും, ഒന്ന് റീടെസ്റ്റ് അടിക്കും, പിന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും. ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ അതേ സ്പീഡിൽ താഴത്തോട്ട് വരാം. ബ്രേക്ക് ഔട്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് 6-7 ടൈപ്പ് ബ്രേക്ക് ഔട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കൺസോൾട്ടേഷൻ സോണ്, അവിടുത്തെ സിറ്റുവേഷൻ, പ്രീവിയസ് ആയിട്ട് ഏരിയാസിൽ ക്യാൻഡിൽസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, അവിടെ ഇതേപോലത്തെ ട്രാപ്പിംഗ് സോൺ ആണോ, അതായത് ഫേക്ക് ബ്രേക്ക് ഔട്ടും ജെനുവിൻ ബ്രേക്ക് ഔട്ടും. അപ്പം അങ്ങനെ പല രീതിയിൽ ആളുകളെ ട്രാപ്പാക്കുന്ന പരിപാടിയുണ്ട്. അപ്പം അത് ആ ഒരു ലെവലിൽ വരുമ്പോൾ ചെറിയ ടൈം ഫ്രെയിം തൊട്ട് വലിയ ടൈം ഫ്രെയിം വരെ നോക്കി ഒക്കെയാണ് ചെയ്യണേ. ഒരു വലിയ എന്താ പറയണ്ട, ഒരു ടെക്കി
ഒരു എന്താ പറയണ്ടേ, IT ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ എഫർട്ട് ഇടുന്ന അതേ എഫർട്ട് തന്നെ ഇവിടെയും വേണം. അല്ലാതെ സിമ്പിളായിട്ട് ഒരു ബ്രേക്ക് ഔട്ടിൽ വന്ന് അങ്ങ് ഒരു എൻട്രി എടുത്ത് അടുത്ത ടാർഗറ്റിൽ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനും പരിമിതികളുണ്ട്. അത് 5-6 മാസത്തെ, 1 വർഷത്തെ, 1.5-2 വർഷമൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ റിവൈൻഡ് ചെയ്ത് കാണുമ്പോഴാണ് അവിടെ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്, അത് ജെനുവിൻ ആണോ, വോളിയം കൂടുതൽ വരാൻ പോസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു ലെവലും ഉണ്ട്, അതങ്ങ് ബ്രേക്ക് ചെയ്ത ഉടനെ പിന്നെ മേളിൽ പോയി മുട്ടും, അങ്ങനെയൊന്നും നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ടെക്നിക്കലി നോക്കിയിട്ട് സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് പെരുമാറുക എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് പോയതാ കിട്ടിയത് മാറാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്ന് കഴിയുമ്പോഴാണ് നമ്മൾ പറയണ പോലെ പടി 18 ചവിട്ടിക്കഴിഞ്ഞാൽ അയ്യപ്പനെ കാണാം എന്ന് പറഞ്ഞ പോലെ 18 പടിയും ചവിട്ടണം. അല്ലാതെ മെജോറിറ്റി ട്രേഡേഴ്സും എന്തുകൊണ്ടാണ് ട്രേഡിങ് നിർത്തിപ്പോണേ? ചിലവർ 10 പടി കയറും, മനസ്സിലാവാൻ എളുപ്പത്തിന് പറയുന്നതാണ്. ചിലവർ 10 പടി കയറിയിട്ട് ഇറങ്ങിപ്പോരും, ചിലവർ 17 പടി കയറും, 18ാമത്തെ പടിയിട്ട് കാലെടുത്ത് വെക്കില്ല, അതിനു മുമ്പ് തന്നെ ഇറങ്ങിപ്പോരും. ചില ഒട്ടും പേടിയുള്ള ആളുകൾ, ഈ BP ഉള്ള ആളുകൾ, ടെൻഷനുള്ള ആളുകൾ, ചെറിയ ലോസ് കാണുമ്പോൾ പേടിയുള്ള ആളുകൾ 1-2 പടി ചവിട്ടിയിട്ട് തിരിച്ചിറങ്ങിപ്പോരും. പക്ഷെ വൺസ് ആ 18ാം പടി ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദർശനം കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് ട്രേഡിങ്ങിൽ ഒരുപാട് കടമ്പകളുണ്ട്. അതൊക്കെ കടന്നു കഴിഞ്ഞാൽ മാത്രമേ ട്രേഡർ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 24 737 24,737 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ 24,766, 24,798 ഭാഗത്തേക്കൊക്കെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉള്ളത്. അതൊക്കെ മേലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ലെവലും കൂടെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്, 24,826. ഈ 24,737 മുകളിൽ സിമ്പിളായിട്ടുള്ള മൂവ്മെൻറ്റ് ഒരു 60% ഒക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ തിരിച്ച് ഇപ്പോൾ ഈ ഭാഗത്തൊരു ഈവനിങ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ ഒരു പിൻ ബാർ, ഷൂട്ടിംഗ് സ്റ്റാർ, എൻഗൾഫിങ്, ഇൻസൈഡ് ബാർ ക്യാൻഡിൽ റിവേഴ്സായിട്ട് ഫോം ചെയ്ത് ആ കൂട്ടത്തിൽ RSIയും കൂടെ അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ ഞാൻ താഴത്തേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യണേ. അതായത് 24,737 മുകളിൽ ക്യാൻഡിൽ നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് പോകണം, മനസ്സിലായോ? എന്നാൽ മാത്രമാണ് ആ മൂവ്മെൻറ്റ് വാല്യൂ ഉള്ളൂ. അതിന് ഞാൻ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് 15 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ്. ഇന്നത്തെ എൻ്റെ ട്രേഡിൽ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു എൻട്രി ഉണ്ടായി. ഫ്യൂച്ചറിൻ്റെ ചാർട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല മൂവാണ്, ബട്ട് ഇൻഡെക്സ് സ്ട്രൈക്കിൻ്റെ ചാർട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ അവിടെ വലിയ മൂവ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഒരു ജെനുവിൻ ആയിട്ടുള്ള മൂവ്മെൻ്റ് അല്ല. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഈ ബ്രേക്കൗട്ട്, ലെങ്തി ക്യാൻഡിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടി, പക്ഷെ അത് സസ്റ്റൈനബിൾ ആയിട്ട്, അതായത് ഹൈ വോളിയത്തിൽ മുകളിലോട്ട് പോയില്ല. എന്താ അതിൻ്റെ റീസൺ? ഒന്നാമത് SMA അത് ഹിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. രണ്ടാമത് 24,740 എന്നുള്ള റെസിസ്റ്റൻറ്റ് ലെവലുണ്ട്. മൂന്നാമത് ഇവിടെ ഒരു യെല്ലോ ലൈൻ്റെ റെസിസ്റ്റൻ്റ് ഉണ്ട്. ഇവിടെ 4 ക്യാൻഡിൽ റെസിസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. ആ ഭാഗത്തേക്കുള്ള, അതായത് ബ്രേക്കൗട്ട് വന്ന ഭാഗത്തേക്കുള്ള ഫസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അവിടെ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റിലേക്ക് നോക്കിയേ. RSI 5 മിനിറ്റിൻ്റെ ഓൾമോസ്റ്റ് മുകളിൽ പോയി നിൽക്കുകയാണ്. അത് താഴത്തോട്ട് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നോക്കിയേ, ആ ബ്രേക്കൗട്ട് നോക്കിക്കോട്ടോ. RSI നേരെ താഴത്തോട്ട് കയറുന്നുണ്ടോ? ആ ബ്രേക്കൗട്ട് ജെനുവിൻ അല്ലല്ലോ. ഇങ്ങനെയാണ് ഒരു മാർക്കറ്റ് ഫേക്ക് ആണോ ജെനുവിൻ ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നേരെ മറിച്ച് ആ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ജെനുവിൻ ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് പറ്റുന്നത്? അപ്പോൾ ആ RSI ഒരു 50% മേളിലെങ്കിലുമൊക്കെ ആയിരിക്കണം, എങ്കിൽ മാത്രമാണ് അതിലൊരു ജെനുവിനിറ്റി മൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ RSI വീണ്ടും ക്രോസ് ഓവറായി നോക്കിയേ, വീണ്ടും അതേ ഭാഗത്ത് തന്നെ മാർക്കറ്റ് പോയിട്ട് റിജക്ഷനായിട്ട് നിൽക്കുന്നുണ്ട്, ഉണ്ടോ? ഇങ്ങനെയാണ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ബ്രേക്കൗട്ട് ആയി എന്നും പറഞ്ഞ കാര്യമില്ല. 5 മിനിറ്റിൻ്റെ RSIയിൽ ഓൾറെഡി അപ്പർ ലെവലിലായി, അത് താഴത്തോട്ട് കയറിയപ്പോൾ താഴത്തോട്ട് പോന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്കും വേറൊരു കാര്യം കൂടെ നോക്കാം. 2 മിനിറ്റിലേക്കൊന്ന് മാറ്റി നോക്കിയേ. 2 മിനിറ്റിലും RSI ഓൾറെഡി താഴത്തോട്ടാണ്. പിന്നെ ആ ബ്രേക്കൗട്ടിന് എന്ത് ജെനുവിനിറ്റിയാണുള്ളത്? അങ്ങനെയാണ് ഒരു മാർക്കറ്റ് ജെനുവിൻ ആണോ ഫേക്ക് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. ചുമ്മാ ഒരു ബ്രേക്കൗട്ട് വന്നു എന്ന് വെച്ചിട്ട് അത് ജെനുവിൻ ആവണമെന്നില്ല.
പക്ഷേ ഈ ബ്രേക്ക് ഔട്ടിൽ 5 മിനിറ്റിൻ്റെ RSI ഒക്കെ ജസ്റ്റ് കയറി നിൽക്കുന്ന സമയമാണ്. കൂട്ടത്തിൽ 15 മിനിറ്റ്സും 2 മിനിറ്റ്സൊക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിലാണ് ആ ബ്രേക്ക് ഔട്ടിന് ജെനുവിനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ മാർക്കറ്റ് കയറിപ്പോവും. ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കൺസോളിഡേഷൻ ടൈറ്റ് കൺസോളിഡേഷൻ സോണിലൊക്കെ ഒരു ബ്രേക്ക് ഔട്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഞാൻ ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്കും ഈ ഒരു ടിപ്പ് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി കാര്യത്തിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞത് അപ്പർ ലെവലുകൾ 24,737 ബ്രേക്ക് ചെയ്താൽ 24766, 24798, 24826 ഒക്കെയാണ് പറഞ്ഞത്. ഇനി ഈ പറഞ്ഞ പോലെ ഫേക്ക് ബ്രേക്ക് ഔട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 24737 താഴത്തോട്ട് മാർക്കറ്റ് ഫാൾ ആയാൽ മാർക്കറ്റ് വീണ്ടും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് രാവിലെ നോട്ട് ചെയ്ത് വെച്ച അതേ ലെവലിലേക്കായിരിക്കും. അതായത് ഇവിടെ നിന്ന് റിവേഴ്സ് താഴത്തോട്ട് വന്നു 24,710 താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ എഗെയിൻ 24,687, 24,660 എഗെയിൻ രാവിലെ കോൺസെൻട്രേഷൻ ചെയ്ത 24,628 ഇട്ട് എഗെയിൻ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള പ്ലാനുകൾ. ഇനി മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തിട്ട് ആ വിക്ക് അവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് ആ ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ ഏത് ടൈപ്പിലുള്ള ക്യാൻഡിലൊക്കെയാണ് രാവിലെ ഫോം ചെയ്യണമെന്ന് നോക്കിയിട്ട് പ്രീ മാർക്കറ്റിൻ്റെ ഒരു ലെവലും കൂടെ നോക്കിയിട്ട് അപ്ഡേറ്റഡ് പ്രീ മാർക്കറ്റ് വ്യൂവും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതിന് മുമ്പ് ആദ്യത്തെ സെക്ഷൻ ചിലപ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കും സ്കിപ്പ് ചെയ്തായിരിക്കും കാണുന്നത്. നമ്മുടെ ആളുകൾക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ട ഒരു ശീലം ഇല്ലല്ലോ. നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോയോ തമ്പനയിലോ നമ്മുടെ യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായിട്ട് വന്നു കഴിഞ്ഞാൽ റിവൈൻഡ് ചെയ്ത് അത് കാണുകയും ചെയ്യും, സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യും. പക്ഷെ ആവശ്യമുള്ളൊരു കാര്യം നമ്മൾ പൊതുവെ സ്കിപ്പ് ചെയ്യാതെ കാണുക വളരെ കുറവാണ്. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ലത് കണ്ണിപ്പെടാൻ ഭയങ്കര പാടാണ്. മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ പറയണ്ടേ, തോട്ട് കെട്ടി വലിച്ചെടുക്കും എന്ന് പറയണ പോലെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എൻ്റെ പ്ലാനുകൾ. എൻ്റെ ലെവലുകൾ നാളത്തേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സിയിൽ 24,500, 24,600, പിയിൽ 24,700, 24,800 ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഇനിയും പഠിക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് പഠിക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് പഠിക്കുന്നത് ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല. നാളെ നിങ്ങൾക്ക് ജോലിക്ക് എന്തെങ്കിലും ഇനി അങ്ങോട്ടുള്ള നിങ്ങൾ നോക്കിക്കോ, ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞാൽ AI കാലഘട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ മെജോറിറ്റി നമ്മുടെ ഫിസിക്കലായിട്ട് ചെയ്യുന്ന പല ആളുകളുടെ ജോലി പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 വർഷം മുമ്പ് എന്നെ ദുബായിൽ നിന്ന് വിളിച്ച ആളുകളൊക്കെ ഇപ്പം ചാർട്ട് പഠിക്കാൻ വെപ്രാളം പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് പഠിക്കാൻ വേണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. പക്ഷെ പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ 1 വർഷമൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴേ എവിടെയെങ്കിലുമൊക്കെ പഠിച്ച് നല്ല രീതിയിലൊക്കെ പോകണം എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് പഠിക്കണമെന്ന് ഒരിക്കലും ഞാൻ വാശി പിടിക്കില്ല. പക്ഷേ നിങ്ങൾ ഒരു 10-20 ഗ്രൂപ്പിൽ അല്ലെങ്കിൽ 10-30 ഗ്രൂപ്പിലൊക്കെ വെറുതെ ചാടിക്കയറി ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി ഒരു 3-4-5 ഗ്രൂപ്പിൽ നിൽക്കാം. ഈ ഗ്രൂപ്പിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് പോകാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആരെയും പിടിച്ചു വെച്ച് കെട്ടിയൊന്നും വെച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകാം. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന, നിങ്ങളുടെ ക്യാരക്ടറായിട്ട് ലിങ്ക് ആവുന്ന ഒരു 5, നിങ്ങൾക്കിപ്പോൾ ഒരു 20 ഗ്രൂപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ 30 ഗ്രൂപ്പുള്ളവരുണ്ട്, 50 ഗ്രൂപ്പുള്ള ആളുകൾ വരെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 5 ഗ്രൂപ്പായിട്ട് കുറയ്ക്കുക. അതിലൊരു 4 ഗ്രൂപ്പായിട്ട് 1 മാസം 2 മാസം വാച്ച് ചെയ്തിട്ട് അത് കുറച്ച് 1-2 ഗ്രൂപ്പൊക്കെ ആക്കിയിട്ട് അവരുടെ സ്ട്രാറ്റജി കണ്ടിന്യൂസ് വാച്ച് ചെയ്തുകൊണ്ട് അവരുടെ സിസ്റ്റം പഠിച്ചുകൊണ്ട് നിങ്ങളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണ്ടി ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് ഒരാളൊരു ട്രേഡർ ആവണം. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, എങ്കിലും പറഞ്ഞു പോകുന്നതാണ്. ആളുകളുടെ നഷ്ടക്കണക്കുകൾ കേട്ട് മടുത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. എനിവേ, എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ, എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്.
അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.